ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നല്ല റീചാർജ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. നമ്മൾക്ക് നമ്മുടെ അടുത്ത സെക്ഷൻ ആരംഭിക്കാം. ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു താരത്തെയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നടനാണ്, സംവിധായകനാണ്, സംരംഭകനാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. നമുക്ക് വേദിയിലേക്ക് നല്ലൊരു കൈയടിയോട് കൂടി നമ്മൾക്ക് സ്വാഗതം ചെയ്യാം നമ്മളുടെ സ്വന്തം രമേശ് പിഷാരടി. നല്ലൊരു കൈയടി ആവാം. ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ എനർജി എവിടെ? ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നിങ്ങൾ ഓരോരുത്തർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുള്ള മാധ്യമരംഗത്ത് ഒരുപാട് നാളത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രിയപ്പെട്ട ഷംനാദ്. അപ്പോൾ ഷംനാദ് എന്നോടിങ്ങനെ ഒരു ബിസിനസ് കോൺക്ലേവ് നടക്കുന്നു, അതിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി വരണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒരല്പം അത്ഭുതത്തോടെയും കൗതുകത്തോടെയും ഒക്കെയാണ് അത് കേട്ടത്. ഇടയ്ക്ക് നാട്ടിൽ ചില ബിസിനസ് പരിപാടികൾക്കൊക്കെ വിളിക്കാറും പോകാറുമൊക്കെ ഉണ്ടെങ്കിലും വിദേശത്ത് ഇത്തരത്തിലൊരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് ക്ഷണിക്കപ്പെടുന്നതും വരുന്നതും. പൊതുവേ നമ്മൾ വിളിക്കുന്ന ആളുകൾ പണ്ട് മുതലേ നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന തരത്തിലുള്ള സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളുമൊക്കെയാണ് കാര്യങ്ങൾക്ക് വിളിക്കാറ്. ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് പൊതുവേ വിളി കുറവാണ്. ഇപ്പം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഞാനും പലതരത്തിലുള്ള സംരംഭങ്ങൾ ചെയ്യുന്നു. ഇതൊന്നുമില്ലെങ്കിൽ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് എന്നെ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നർമ്മം വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാളാണ്. എന്തു തന്നെയായാലും ഇന്ത്യക്ക് പുറത്ത് ഇവിടെ മലയാളികൾ ഇത്രയധികം ഒത്തുകൂടുകയും ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, കേരള വിഷനിൽ നിന്ന് ഒരു സംഘം ആളുകൾ ദുബായ് ടൂറൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള വ്യവസായത്തിൽ പങ്കെടുക്കുന്ന വ്യവസായികളായിട്ടുള്ള ആളുകൾ ഇതിലുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോഴും ഇതിൻ്റെ ഒരു സമയം ഫിക്സ് ചെയ്യുന്നതിന് ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഭക്ഷണം മനുഷ്യന് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് വരെ എനിക്ക് വിശന്ന് തുടങ്ങുന്ന സമയത്തായിരുന്നു എന്നെ ആദ്യം വെച്ചത്. ഞാൻ പറഞ്ഞു, വിശന്ന് തുടങ്ങുന്നിടത്ത് വേണ്ട, വിശപ്പ് കഴിഞ്ഞിരിക്കുന്നിടത്ത് ഞാൻ വരാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ല ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു പായസം കിട്ടുന്ന സന്തോഷം അവിടെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ കൂടുതൽ ആളുകളും ബിസിനസ് ചെയ്യുന്നവരാണ്. കേരള വിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കേബിളിൻ്റെ ബിസിനസ്സിനോടൊപ്പം തന്നെ മറ്റ് കുഞ്ഞു സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്. അപ്പോൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിക്കുമ്പം ഞാൻ ആദ്യം ആലോചിച്ചത് ഒരു കാര്യം, ഈയിടെ ഒരു മാസം മുമ്പ് നാട്ടിൽ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ചെറുക്കനെ അവൻ്റെ കയ്യിലുള്ള കൽക്കണ്ടം കണ്ടിട്ട് പോലീസ് MDMA എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് 2 മാസത്തോളം ജയിലിൽ വെച്ചു. 2 മാസം ജയിൽ കഴിഞ്ഞ് അവനെ കോടതിയിലൊക്കെ പോയി ഈ കൽക്കണ്ടം ഡൽഹിയിൽ പോയി ഫോറൻസിക് പരിശോധന നടത്തിയിട്ടാണ് ഇത് MDMA അല്ല കൽക്കണ്ടപ്പൊടിയാണ് എന്ന് മനസ്സിലായതും 1 മാസം ജയിലിൽ കിടന്ന ശേഷം ഈ ചെറുക്കനെ വെറുതെ വിട്ടതും. എന്ന് പറഞ്ഞതുപോലെ MDMA ആണ് എന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ച ഒരു കൽക്കണ്ടമാണ് ഞാൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. ഞാൻ ബിസിനസ്സിൽ അത്ര വിദഗ്ധനോ ബിസിനസ്സിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളോ ഒന്നുമല്ല എന്നുള്ളത് തുടക്കത്തിലേ പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനോട് ചെയ്യുന്ന വലിയ ചതിയായിരിക്കും അത് എന്നതുകൊണ്ട് ഞാനത് ഈ അവസരത്തിൽ പറയുകയാണ്. പൊതുവേ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടക്കുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, മറ്റൊരു പരിപാടിക്ക് പലതരത്തിലുള്ള ആളുകൾ വരും. നമ്മൾ പലരും പലപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക എന്നതിനേക്കാളൊക്കെ വലിയ നമ്മുടെ ആഗ്രഹവും ആവശ്യവും എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് അപ്പുറത്തെ വശത്തുള്ളവന് മനസ്സിലാവുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇത് മനസ്സിലായിട്ടാണല്ലോ പ്രശ്നവും പ്രശ്നപരിഹാരങ്ങളും ഒക്കെ തുടങ്ങുന്നുള്ളൂ. ഇങ്ങനെ ഒരേ കർമ്മ മേഖല അല്ലെങ്കിൽ ഒരേ ബിസിനസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ഒരു സമ്മിറ്റ് വെച്ച് ഇവിടെ ഒത്തുകൂടുമ്പോഴുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രശ്നം, നിങ്ങൾ പറയുന്ന പ്രശ്നം നിങ്ങളുടെ എതിരെ നിൽക്കുന്നവന് പൊടുന്നനെ മനസ്സിലാകും എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആരെങ്കിലുമൊക്കെ ഈ വേദിയിലില്ലാത്ത സമയത്ത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ വരുന്നു എന്നത് വലിയ ഒരു ഭാഗ്യമാണ്, വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആശയ സംവാദങ്ങളിൽ നിന്നാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയി കിട്ടുന്നത്. നമ്മൾ മുന്നിലേക്ക് പോകുന്നതുമല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങളുടെ കയ്യിലൊരു പേനയുണ്ട്, അത് എനിക്ക് തന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേന എനിക്ക് തന്നാൽ എൻ്റെ കയ്യിലൊരു പേന, നിങ്ങളുടെ പേനയില്ല.
ഞാൻ എൻ്റെ പേന നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങളുടെ കയ്യിലൊരു പേന, എൻ്റെ കയ്യിലൊരു പേനയില്ല. പക്ഷേ നമ്മുടെ രണ്ടിൻ്റെയും കയ്യിൽ ഒരു ആശയമുണ്ട്. ഈ ആശയം നമ്മൾ പരസ്പരം കൈമാറുകയാണെങ്കിൽ എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും രണ്ട് ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുമായി നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാനും പങ്കുവെക്കാനും. ഇപ്പം മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്ന അസുഖത്തിന് ഈ പ്രശ്നമുണ്ട്. ഇത് കണ്ടാൽ നമുക്കൊന്നും ചെക്ക് ചെയ്യാനോ പറയാനോ ഒന്നും പറ്റത്തില്ല. അനുഭവത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അനുഭവിക്കുന്നതോ പറഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന മാത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരാൾക്ക് ഷുഗറുണ്ട് അല്ലെങ്കിൽ പ്രഷറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അളന്നാൽ കൃത്യം മനസ്സിലാവും ഇത്ര ഷുഗറുണ്ട്, അവൻ ഇന്ന മരുന്ന് കഴിക്കാമെന്ന്. നമ്മൾ പറയണ ഒരുത്തന് അസൂയയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അളക്കാനുള്ള ഒരു മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഒരുത്തൻ എന്നോട് ശത്രുതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അളക്കാനുള്ള ഒരു മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പെരുമാറ്റത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മുൻ മാതൃകകൾ, മുൻ ശൈലികൾ വെച്ച് കണക്കാക്കിയിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല പല വ്യവസായ സംരംഭങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ടാകുന്നത്. അതിൽ തന്നെ ബിസിനസ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആളുകളോട് എനിക്ക് വലിയ മതിപ്പാണ്. കാരണം ഇപ്പോൾ ഒരു എലക്ഷൻ വന്നു എന്ന് വെറുതെ വിചാരിക്കുക. ഇലക്ഷൻ വന്നിട്ട് ഒരു സ്ഥാനാർത്ഥി, ഒരു അഡ്വക്കേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഇന്നയാൾ, അഡ്വക്കേറ്റ് രമേശ് മത്സരിക്കുന്നു, കൊള്ളാം, രസമാണ്. ഡോക്ടർ രമേശ് മത്സരിക്കുന്നു, കൊള്ളാം, ഓക്കെയാണ്. ഇനി അയാൾ ഇലക്ട്രീഷ്യനോ വയറിങ്ങോ പ്ലംബിങ്ങോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു ഇലക്ഷന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ബ്രാക്കറ്റിൽ ബിസിനസ്സുകാരെന്ന് എഴുതി നോക്കിയാൽ തോറ്റു പോകും. കാരണം പണ്ട് തൊട്ടേ നമ്മുടെ ചില ആളുകളെ വിശേഷിപ്പിക്കുമ്പം അവനൊക്കെ പക്ക ബിസിനസ്സാണ് എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഇതെന്തോ ഭയങ്കര പ്രശ്നം പിടിച്ച പരിപാടിയാണ്, ബിസിനസ് ചെയ്യുന്നത് എന്തോ നെഗറ്റീവ് കാര്യമാണെന്നുള്ള പൊതുബോധം പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ പണ്ടേ വളർന്നിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സിനിമയുമൊക്കെ അതിനൊരു കാരണമാണ്. കാരണം നിങ്ങളൊരു 80കളുടെ അവസാനം തൊട്ടൊക്കെ ഉള്ള സിനിമയൊക്കെ നോക്കിയാൽ നല്ല ബെൻസ് കാറിലും സ്യൂട്ടൊക്കെ ഇട്ട് വരുന്നത് ബാലങ്കേനാരും ടീമും ഒക്കെയാണ്. നസീർ ജെയിനൊക്കെ ഈ പണിക്കാരായിരിക്കുള്ളൂ. ടിഫിൻ ബോക്സൊക്കെ ചുമന്നിട്ട് പോയി അവിടെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുകയും വില്ലന്മാരെല്ലാം ധനികരോ ബിസിനസ് ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കും. ബിസിനസ് ഡയമണ്ട് നെക്ലേസും ഗോൾഡും മറ്റ് കഞ്ചാവൊക്കെ ആയിരിക്കും. എന്നാലും ബിസിനസ്സുകാരെ പൊതുവെ പോർട്രേ ചെയ്യുമ്പം ഇവർ കാണിക്കുന്നത് അവർ വെൽ സെറ്റിൽഡ് ആയിട്ടിരിക്കുകയും അവരുടെ രണ്ട് സൈഡിൽ സ്റ്റെപ്പ് കയറിപ്പോണ ബംഗ്ലാവും ഈ പണിക്കാരെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സിനിമകൾ ഉൾപ്പെടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉൾപ്പെടെ നിരന്തരം വർഷങ്ങളോളം പറഞ്ഞ് ഇത് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഒറ്റപ്പെട്ടവരായി അവരുടെ ഒരു കാര്യങ്ങൾ അവരനുഭവിക്കുന്ന ഒരു കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരാളിൽ എത്തിക്കുക, അവരോടൊപ്പം ഒരു സംഘം നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വലിയ ശ്രമകരമായ ഒരു കാര്യമാണെന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. ഇവിടെ വെച്ച് നിങ്ങൾക്കുണ്ടാകുന്ന പരിചയങ്ങൾ, ഇവിടെ വെച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ബന്ധങ്ങൾ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയങ്ങളെല്ലാം വളരെ വളരെ വലുതാണ്. ഇപ്പം ഈ കോവിഡ് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചിലരുടെയൊക്കെ മുഖം കണ്ട വെള്ളപ്പൊക്കത്തിൻ്റെ ക്യാമ്പിലിരിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ വെള്ളപ്പൊക്കത്തിൽ ഇത് നല്ല നമ്മൾ രസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ. വേണമെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് കൈയടിച്ച് ഞാനും നോക്കട്ടെ നിങ്ങളെ കാരണം കൈയടിയൊക്കെയാണ് GST ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ബാക്കിയിരിക്കുന്ന വളരെ കുറച്ച് സാധനങ്ങൾ. ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത ഓണത്തിനടിക്കാം അല്ലെങ്കിൽ എനിക്കാണ് പഠിക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇത് സൂക്ഷിച്ച് വെക്കാവുന്ന അല്ലെങ്കിൽ വെക്കേണ്ടാത്ത നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ തന്നെ. അപ്പം ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്നൊരു തോന്നലുണ്ടായി, ഈ ദൈവം ഇതിങ്ങനെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 5% താഴെ സക്സസ് റേറ്റ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് സിനിമ. 100 സിനിമ ഇറങ്ങിയാൽ 5 സിനിമയാണ് മുടക്കുമുതൽ തിരിച്ചു പിടിക്കുന്നത്. ബാക്കി 195 സിനിമകളുടെ പേര് പോലും ചിലപ്പോൾ നിങ്ങൾ അറിയില്ല. അത്രയും സക്സസ് റേറ്റ് കുറവുള്ള, പക്ഷേ സക്സസ് ആയാൽ 100 കോടി 200 കോടിയൊക്കെ അടിക്കും. ലോട്ടറി അടിക്കുന്ന പോലെയാണ്. കുറേ പേർക്ക് അടിക്കാതിരിക്കുമ്പോൾ ഒരുത്തിന് ലോട്ടറി അടിക്കും, അതുകൊണ്ട് പിന്നെയും ലോട്ടറി കച്ചവടം നടക്കും. പിന്നെയും കുറേ പേർക്ക് അടിക്കാതിരിക്കുമ്പോൾ ഒരുത്തനടിക്കും, പിന്നെയും ലോട്ടറി കച്ചവടം നടക്കുന്ന പറയുന്ന ഒരു ബിസിനസ്സാണ് സിനിമയുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വളരെ കുറച്ച് നിങ്ങൾ തന്നെ ഒരു കൊല്ലം മൊത്തം നിങ്ങൾ തിയേറ്ററിൽ പോയി എത്ര പടം കാണുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. 5 പടം മാക്സിമം, 6 പടം മാക്സിമമാണ്. അങ്ങനെ കാണുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ എല്ലാ നീഡ്സും കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. അവനൊരു പാട്ട് കേൾക്കാം, ഒരു സിനിമ കാണാം എന്നൊക്കെ പറയാൻ സമയം ഉണ്ടാകുക എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് വലിയ തോതിൽ ആവശ്യമുള്ള ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നിട്ട് ഒരു 2 കൊല്ലമൊക്കെ തീർത്തും പരിപാടികളില്ലാതായപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ ഒരു കേക്കിൻ്റെ കട തുടങ്ങി. കേക്കിൻ്റെ കട ഞാൻ ഇന്ന് തുടങ്ങിയാൽ പിറ്റേ ദിവസം തൊട്ട് റീൽസിൽ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ കട്ട് ഡയറ്റ് എന്നും പറയുന്നൊരു സാധനം അങ്ങ് പറഞ്ഞിരിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ പഞ്ചസാര തിന്നുകയില്ല. ഷുഗർ ഇല്ലാത്ത കേക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് മധുരം ഇല്ലാത്ത കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? ദോശ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. എന്നാൽ ഷുഗർ കട്ട് ഡയറ്റ് ഒരു സൈഡിൽ കൂടെ തുടങ്ങി. കുട്ടികളാണെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നും പിൻട്രസ്റ്റിൽ നിന്നും ഒക്കെ ഓരോ ലണ്ടനിലെ കമ്പനിയിലുണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോ ആയിട്ട് വരിക, ഇതുപോലത്തെ കേക്ക് ഉണ്ടോ എന്ന്.
ഒരു ശില്പി 3 ദിവസം ഇരുന്ന് കൊത്തിയാൽ പോലും അതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല. മാത്രമല്ല അവിടെ കാപ്പി ഉണ്ടാക്കുന്ന മെഷീൻ മേടിച്ച് 3 ലക്ഷം രൂപ. നമ്മൾ ഈ ഇതൊക്കെ പറഞ്ഞ് കാപ്പി പറയുന്ന സാധനം ഉണ്ടല്ലോ, 80 രൂപ ഒരു കാപ്പിക്ക്. ഞാൻ ആലോചിച്ച്, ദൈവമേ, 80 രൂപയ്ക്ക് കാപ്പി വിറ്റിട്ട് ഈ മെഷീൻ്റെ വില, ഈ മെഷീൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുമോ എന്ന് നോക്കിയപ്പോഴാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാൽ ഏതെല്ലാം സൈഡിൽ നിന്നാണ് പരിപാടികൾ വരുന്നത്. ഒരു ദിവസം ഒരു പുള്ളി രാവിലെ വന്നിട്ട് പറഞ്ഞ്, നിങ്ങളുടെ കേക്ക് കഴിച്ചിട്ട് എനിക്ക് വയറിന് സുഖമില്ല, ഞാൻ 2 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ പോവാന്ന്. ആ കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പെങ്കൊച്ച് പെട്ടെന്ന് എന്നെ വിളിച്ചു, സാറേ ഇവിടെ ഒരാൾ ഇങ്ങനെ, ഞാൻ അവനോട് കേസ് കൊടുക്കാൻ പറ, കാരണം അവൻ അന്നത്തെ ദിവസം എൻ്റെ കടയിൽ നിന്ന് മാത്രമേ തിന്നിട്ടുള്ളൂ എന്ന് ആദ്യം തെളിയിക്കണം, എൻ്റെ കടയിൽ നിന്ന് തിന്ന ബാക്കി എല്ലാവർക്കും വരണം. ഞാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പ്രാധാന്യം, വാർത്താ പ്രാധാന്യമുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്നുമല്ല, ഇവന് വേറെന്തോ ഒരു ശത്രുതയും കൊണ്ടാണ് ഇവൻ വന്നിട്ട് കടയിൽ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ പലതരത്തിൽപ്പെട്ട പ്രശ്നങ്ങളിലൂടെ 2 കൊല്ലം പോയപ്പോഴാണ് അറിഞ്ഞോ അറിയാതെയോ, ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ബിസിനസ്സുകാരുടെ ഇടയിൽ സംസാരിക്കുന്ന ആളായി മാറിയത്. അനുഭവം ഗുരു, അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്രയ്ക്ക് എളുപ്പത്തിൽ പോണ പരിപാടിയല്ല, ഞാനിതേ പിടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പം ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു 30 ദിവസത്തെ സെറ്റപ്പിൽ ശമ്പളംകാരായി ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ, കാണാൻ, കേൾക്കാനൊക്കെ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള പല പരിപാടികൾ വരുന്നു. അപ്പോൾ ചില സാധനങ്ങൾക്ക് പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ, ഞാൻ ഒരുപാട് ബിസിനസ്സിനെ പറ്റി തന്നെ പറയുന്നില്ല, നിങ്ങളും അത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം, നിരന്തരം ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞത് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സമ്മതിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, സർഫ് കമ്പനി നാളെ ഒരു ചായപ്പൊടി ഇറക്കിയെന്ന് വിചാരിക്കുക. എത്ര നല്ല ചായപ്പൊടിയാണേലും അതൊന്ന് പതഞ്ഞാൽ നമ്മളൊന്ന് സംശയിക്കും, ദൈവം ഇതിനകത്ത് വല്ല പൊടിയും പതയൊക്കെ ഉണ്ടോ, സംശയിക്കണം എന്ന്. അടിച്ച കൈയണേ അടിച്ചോ, ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ സംശയിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. നമുക്കൊരു ഇമേജ്, വർഷങ്ങളായി നമ്മളൊരു സാധനത്തിനെ എങ്ങനെ കാണുന്നു, ഇതെന്താണെന്ന് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നു, അതിനെ പൊടുന്നനെ മാറ്റുക എന്ന് പറയുന്നത് വലിയ എളുപ്പമല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ ദുബായിലുള്ളവൻ, അവൻ എന്നോടൊന്ന് ചോദിച്ചു, എവിടെ പരിപാടി എന്ന് ചോദിച്ചാൽ, അവൻ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഇവൻ എന്നെ ഒരു നോട്ടം നോക്കി, വിളിച്ചവനാണോ അബദ്ധം പറ്റിയത്, നിനക്കാണോ അബദ്ധം പറ്റിയതെന്നുള്ള പോലെയാണ് ആ നോട്ടം എന്നുള്ള അർത്ഥം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ തൊട്ടപ്പോൾ പോയി കിട്ടി. ഇതിലെല്ലാം ഈ പറഞ്ഞതുപോലെയുള്ള ഈ വിജയിച്ചവൻ്റെയും പരാജയപ്പെട്ടവൻ്റെയും ഒക്കെ ആഗ്രഹങ്ങൾ ഒന്ന് തന്നെയാണ്. ആർക്കും വെളുപ്പിന് 6 മണിക്ക് എണീക്കാൻ ആഗ്രഹമൊന്നുമില്ല. പരാജയപ്പെട്ടവൻ കിടന്നുറങ്ങി, വിജയിച്ചവൻ എണീറ്റു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിജയിച്ചവന് വേറെ ആഗ്രഹവും ഈ പരാജയപ്പെട്ടവന് വേറെ ആഗ്രഹവുമല്ല. വിജയിച്ചവനും പരാജയപ്പെട്ടവർക്കും എല്ലാ ആഗ്രഹങ്ങളും ഒന്ന് തന്നെയാണ്. പക്ഷേ വിജയിച്ചവൻ ഇവൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പടി നീങ്ങി നടന്നു മുന്നിലേക്ക് പോയി എന്ന കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. പിന്നെ മാത്രമല്ല, ഈ മോട്ടിവേഷൻ, ഇപ്പം നമ്മുടെ അവതാരക പറഞ്ഞു ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണെന്ന്. അല്ല, ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ്റെ പരിപാടികൾ ചെയ്തിട്ടില്ല. പക്ഷേ മോട്ടിവേഷൻകാർ ചെയ്യുന്നൊരു വിഷയമുണ്ട്. മോട്ടിവേഷൻകാർ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാഷന് പുറകെ പോവുക, ചെയ്യുന്നതിനെല്ലാം പാഷൻ വേണം. പക്ഷേ ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് പാഷൻ എന്നതിനേക്കാളും ഫാഷനായി മാറിയിട്ടുണ്ട് കുറേ ആളുകൾക്കൊക്കെ. എനിക്കറിയാവുന്ന സിനിമയിലുള്ള ആളുകൾക്ക് ചില ബിസിനസ്സുകൾ തുടങ്ങും, ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങും, വേറെ പണിയെടുത്തിട്ടാണ് ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഈ ബിസിനസ്സിൽ നിന്ന് 10 വയസ്സ് കിട്ടിയിട്ടല്ല ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോട്ടിവേഷൻകാർ പറയും, നിങ്ങൾക്ക് പാഷനുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകൂ എന്ന് പറയും. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പാഷനുള്ള സ്ഥലവും പ്രതിഭയുള്ള സ്ഥലവും ഒന്നാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് പാഷനുള്ള സ്ഥലം, എനിക്ക് പാഷൻ പാട്ട് പാടാനാണ് എന്ന് പറഞ്ഞ് ഞാൻ പണ്ടേ പാടാൻ ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ പിടിവിട്ട് വരാൻ, നിങ്ങൾ സമ്മതിക്കത്തില്ല എന്നെ പാടാൻ. പക്ഷേ എനിക്ക് പ്രതിഭയുള്ള സ്ഥലം ഏതാണ്? പ്രതിഭയും പാഷനും ഒന്നാകുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ബാക്കി പല ആളുകൾക്കും പ്രതിഭയുള്ള സ്ഥലവും പാഷനുള്ള സ്ഥലവും തമ്മിൽ നല്ല അന്തരമുണ്ടാകും. ഈ അന്തരമുള്ള സമയത്ത് ഇത് വലിയ പാടാണ് പിന്നീട് മുന്നിലേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സർഫിൻ്റെ ഉദാഹരണം പറഞ്ഞത് ബിസിനസ്സിനെ കുറിച്ച്. ഇപ്പം ചില ആളുകൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഇത്രയും ബിസിനസ് ചെയ്യുന്ന എനിക്ക് ഇവൻ വന്ന് ബിസിനസ്സിനെ പറ്റി പറയേണ്ട കാര്യം ഇവിടെ ഉണ്ടോ എന്ന്. അവന് 2 തമാശ പറഞ്ഞാൽ പോരായിരുന്നോ? ചില ആൾക്കാർ, ഞാൻ ഇടയ്ക്ക് രാഷ്ട്രീയം പറയുന്നത്, സിനിമാക്കാരൻ എന്തിനാണ് രാഷ്ട്രീയം പറയണത് എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ ഇത് ചെയ്താൽ മതി എന്ന് നമ്മുടെ സമൂഹം പൊതുവെ അങ്ങനെ പറയാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട്, അവനാകെ നശിഞ്ഞിരിക്കുക, അവൻ്റെ മുഖത്തൊക്കെ ഒരു വിഷാദം, പണ്ടൊക്കെ ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ബുക്ക് ചെയ്തതാണ്, പക്ഷേ iPhone 17 ഇന്നലെ കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, കാരണം ഈ കഴിഞ്ഞ തവണ ഈ സമയത്ത് വന്നപ്പോൾ ഇവൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞതാണ് iPhoneൻ്റെ 16 കിട്ടിയെന്ന്. ഞാൻ അമ്മാവൻ മരിച്ചു 16 കേട്ടിട്ടുണ്ട്. iPhoneൻ്റെ 16 എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. iPhoneൻ്റെ 16 ഇറങ്ങി. ഞാൻ ഇവനെ സൂക്ഷിച്ച് നോക്കുമ്പം
ഇവൻ്റെ കയ്യിൽ ആപ്പിളിൻ്റെ ഒരു ഫോൺ ഇരിപ്പുണ്ട് 1.5 ലക്ഷം രൂപ. ഇവൻ്റെ ചെവിയിൽ 2 എയർപോഡ് ഇരിപ്പുണ്ട്, ഒരു 50,000 രൂപ വരും. അതുകൊണ്ട് ഇവനോട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ ഇങ്ങനെയൊന്നും കാണിക്കില്ല. ചെവിയിൽ നിന്ന് ഈ സാധനം തെറിച്ചു പോകും. ചെവി ലൂസ് ചെയ്ത് തൂക്കിയിട്ടേക്കോ എയർപോഡ്. കയ്യിൽ ആപ്പിളിൻ്റെ വാച്ച് ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഒരു ആപ്പിളിൻ്റെ മരത്തിലോട്ട് നോക്കുന്ന പോലെ ഇവനെ കാണാൻ. ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഇവൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി വന്നു. ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ഏതാന്ന്. അപ്പോൾ തന്നെ ഗൂഗിൾ പറഞ്ഞു ആപ്പിൾ ജ്യൂസ്. അതാകുമ്പം അഫോർഡ് ചെയ്യാൻ പറ്റും, വലിയ ഉപദ്രവമൊന്നുമുള്ള കേസല്ലല്ലോ. അടിച്ചോ. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന് ഇച്ചിരി പിശിക്കുന്നുണ്ട്. ഇതിന് മേളിലൊന്നും ഇനി വരാനൊന്നുമില്ല. ഈ ബിസിനസ്സൊക്കെ ഇങ്ങനെ ഉള്ളൂ. അപ്പോൾ ഉള്ളതിനടിച്ച് സന്തോഷിച്ച് ജീവിച്ചു, അതല്ലേ നല്ലത്. നമ്മൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ പുറപ്പെടുമ്പോൾ ഹോട്ടൽ അന്വേഷിക്കും. ഈ ഹോട്ടൽ ആളില്ല, ആ ഹോട്ടൽ നന്നായില്ല എന്നും പറഞ്ഞ് നല്ല ഹോട്ടൽ അന്വേഷിച്ച് അവസാനം വയറ്റിലേ വന്ന് പപ്പടവടയും തിന്ന് വീട്ടിൽ പോകേണ്ട ഗതി വരും. ഒന്നും കിട്ടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലും നല്ലത് വരും നോക്കണ്ട. കിട്ടണ സമയത്ത് കിട്ടണ കാര്യത്തിന് നിങ്ങൾ അടിച്ചോ സന്തോഷിച്ചോ അതേ നടക്കുകയുള്ളൂ. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുകയില്ല. എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒത്തുകൂടാറില്ല. ഇതൊക്കെ വളരെ റെയറായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് മാത്രം സംഭവിക്കുന്ന സൗഹൃദ സന്തോഷ നിമിഷങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിന് പോകുന്നതിൽ നമുക്ക് തെറ്റില്ല. അപ്പോൾ ഇവൻ്റെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ വാച്ചിൽ നിന്ന് കുടു എന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ ചോദിച്ചിടാ എന്തെന്നാടാ ഈ വാച്ചിൽ ഇപ്പോൾ ഒരു ശബ്ദം കേട്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറയാണ് വെള്ളം കുടിക്കാനുള്ള മെസ്സേജ് വന്നതാന്ന്. എൻ്റെ 3 വയസ്സുള്ള മോൻ ആവശ്യം വന്നാൽ ദാഹിച്ചാൽ വെള്ളം ചോദിച്ച് മേടിച്ച് കുടിക്കും, അല്ലെങ്കിൽ എടുത്ത് കുടിക്കും. ഇവന് വാച്ച് മെസ്സേജ് വരികയാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട്. മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എണീറ്റ് നിന്നു. എന്താണെന്ന് വെച്ചാൽ പറയാം, വാച്ചിൽ എഴുതി കാണിച്ചു എണീറ്റ് നിൽക്കുക. ഞാൻ 40 മിനിറ്റായി ഇരിക്കുന്നു എന്ന് എഴുതി കാണിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കണത് അതല്ല, എന്നേലും ഒരു ദിവസം ഒരു 1.5 ദിവസം കറണ്ട് ഇല്ലാണ്ട് ഇവൻ്റെ വാച്ചിൻ്റെ ബാറ്ററി പോയാൽ ഇവൻ വെള്ളം കുടിക്കാണ്ട് ചത്തുപോകുമല്ലോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഇത്രയും ഡിപ്പെൻഡൻ്റാണ് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന സാധനങ്ങളുമായിട്ട്. അത്രയും മണിക്കൂർ, നമ്മളൊരു ആവറേജ് 2-2.5 മണിക്കൂർ ആൾക്കാർ ഇപ്പം മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും 8 ദിവസമായാലും 24 മണിക്കൂറായി. ഒരാഴ്ചയിൽ 8 ദിവസത്തിലൊരു ദിവസം മുഴുവൻ നമ്മൾ ഇത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാം നമ്മൾ ഇതിൽ ഡിപ്പെൻഡൻ്റാണ്. ഇതിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നതിനകത്ത് ഇപ്പോൾ AI വന്നു. ഇനിയിപ്പോൾ നമുക്ക് മൊബൈലിൽ കാണുന്ന കാഴ്ചകൾ ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വീഡിയോസും കണ്ടാൽ ഇപ്പോൾ ഇത് ഒറിജിനലാണോ, നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്ന വീഡിയോ വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന വീഡിയോകൾ നമ്മുടെ ഇപ്പം ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ പൊളിക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളിത് AI ആണെന്ന് പറഞ്ഞ് പരവിക്കുന്നതിന് മുമ്പ് റോട്ടി കലാപം തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒറിജിനലായിട്ട് പറഞ്ഞൊരു കാര്യം AI ആണെന്ന് പറഞ്ഞാലും ആളുകൾ ഇത് വിശ്വസിക്കാതെ വരും. അപ്പം നിസ്സാര ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിനോടുള്ള മനുഷ്യൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെടും. ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരു സാധനത്തിന് നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അവിടെ ഒരു സാധനം AI ആണോ ഒറിജിനലാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരു AI നമുക്കെല്ലാം നിത്യോപയോഗ സാധനം പോലെ കൊണ്ടു നടക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ നമുക്ക് കിട്ടുന്ന ഡാറ്റാസിൻ്റെ ജെനുവിനിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഡിസിഷൻ എപ്പോഴും എടുക്കുന്നത് നമുക്ക് കിട്ടുന്ന ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട്, നമുക്ക് എന്തറിവ് കിട്ടുന്നു അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ സ്വാഭാവികമായിട്ടും തെറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഡാറ്റയുടെ ജെനുവിനിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇനിയും സാങ്കേതികത്വങ്ങളെ ആശ്രയിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ മുന്നിലോട്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം തന്നെ ഒരു 200 കൊല്ലം മുമ്പ് കൃഷി പഠിച്ചാൽ മതിയായിരുന്നു, ആർക്കെങ്കിലുമൊക്കെ ജീവിക്കാൻ അവനവൻ്റെ ജീവിതത്തിനുള്ളത് അതുകൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മക്കളെ എന്ത് കോഴ്സ് പഠിപ്പിച്ചാലാണ് 20 കൊല്ലം കഴിഞ്ഞാൽ അതിന് ഈ സമൂഹത്തിൽ പ്രസക്തി ഉണ്ടാകുക എന്ന് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് വിദ്യാഭ്യാസ രംഗം വന്നിരിക്കുന്നത്. പിള്ളേർ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസം ഭാര്യ പറഞ്ഞു, നിങ്ങൾ വീട്ടിലുള്ളപ്പോഴാണ് ഈ ചെറുക്കൻ ഉറങ്ങാത്തത്. 12 മണി വരെ ഇളയവനൊക്കെ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. നിങ്ങളില്ലെങ്കിൽ 9 മണിക്ക് കിടന്നുറങ്ങും. രാവിലെ 5 സ്കൂളിൽ പോകണം. പിള്ളേർക്ക് വെളുപ്പിന് 5 മണിക്കൊക്കെ നാട്ടിൽ സ്കൂള്. ഗുരുവായൂർ മേൽശാന്തിയും എൻ്റെ മോനും ഒക്കെ രാവിലെ 5 മണിക്ക് എണീറ്റ് പോകണതാണ്. അപ്പോൾ ഇവനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഇവിടെ വരുമ്പോഴാണ് ഇവൻ ഉറങ്ങാത്തത്. നിങ്ങൾ ഹോളിൽ പോയിരിക്കുക, ഞാനിവനെ ഉറക്കിയിട്ട് വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഹോളിൽ പോയിരുന്നു. ഭാര്യ മൊബൈലൊക്കെ അവിടെ ഇരിപ്പുണ്ട്, മോനും കൂടെ അവിടെ കിടക്കുന്ന കണ്ടു. കുറേ നേരം കഴിഞ്ഞ് 1.5-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൾക്കൊരു മെസ്സേജ് ഇട്ടു, മോൻ ഉറങ്ങിയോ, ഞാൻ വരട്ടെ എന്നും ചോദിച്ച്. അപ്പോൾ ഒരു മറുപടി, അമ്മ ഉറങ്ങി, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഇതിനകത്തുനിന്ന് ഇവൻ ഉറങ്ങി അവളുടെ വിരളും വെച്ച് ഫോണും തുറന്ന് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക. 3 വയസ്സുള്ള ഈ ചെറുക്കന്. ഇവനെയാണ് ഇനി നമ്മൾ വളർത്തി വലുതാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അതിനേക്കാളും പേടിയായിട്ട് പാടില്ല. ഇത്രയധികം ഈ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 വർഷവും 25 വർഷവും ഒന്നുമല്ല.
കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഏജ് ഗ്യാപ്പും ഒക്കെ 5 വർഷം 6 വർഷം എന്ന് പറയുന്നത് തന്നെ 2 വിഭാഗത്തിൽപ്പെട്ട, എൻ്റെ തന്നെ മൂത്തമോളും ഇളയമോനും രണ്ട് യൂണിവേഴ്സിലാണ് നിൽക്കുന്നത്. ഇവർക്കിത് പറ്റുന്നില്ല മനസ്സിലാക്കാനായിട്ട്. അത്രയും വേഗത്തിൽ കാലം മാറിക്കൊണ്ടിരിക്കുമ്പം ഈ മാറ്റങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് സാധ്യമായൊരു കാര്യമല്ല. മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് മാത്രമാണ് നമ്മളെക്കൊണ്ട് സാധ്യമായ കാര്യം. നമ്മുടെ ലോഞ്ചിവിറ്റി, നമ്മുടെ ഒരു ആയുസ് എന്ന് വെച്ചാൽ ഈ മേഖലകളിലൊക്കെ ഉള്ള നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് മാറ്റങ്ങളെ എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മിമിക്രി കുറയുന്നു എന്ന് കണ്ട അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ സ്പീക്കർ ആയേക്കണം. ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇനിയും ഇവിടെ പല സമിറ്റുകളും നടക്കാനുണ്ട്. ഒരിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് തമ്മിൽ ഈ റേഡിയോ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നൊരു ആശയം എനിക്കില്ല. എന്നേക്കാൾ അറിവുള്ളവരുണ്ട്, എന്നേക്കാൾ ലോകപരിചയമുള്ളവരുണ്ട്, എന്നേക്കാൾ കഴിവുള്ളവർ നിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം സംസാരിച്ചാലാണ് അതിന് കുറച്ചുകൂടെ രസമുണ്ടാവുക എന്ന ബോധ്യം ഉള്ള ആളാണ് ഞാൻ. രണ്ട് തന്നെ ആയാലും ഈ ബിസിനസ് സമ്മിറ്റ് എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ നമ്മൾ ഒരു മാസ ജോലി എന്നതിനപ്പുറം വളരെ പ്രസക്തമായ, ലോകത്തുള്ള ആദ്യത്തെ 5 ധനികരും കഴിഞ്ഞ 10 കൊല്ലം മുമ്പുള്ള ധനികരല്ല. അവരെല്ലാം ഓരോ കുടുംബത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി കൊണ്ടോ അച്ഛനോ അപ്പൂപ്പനോ സന്തോഷിച്ചതുകൊണ്ടോ ഒന്നും ലോകത്തിലെ ആദ്യത്തെ 10 ധനികരും ഏറ്റവും പുതിയ ദീർഘവീക്ഷണത്തോടെ വന്ന ആളുകളാണ്. അവരുടെ ആശയങ്ങൾ 75 വയസ്സായി എൻ്റെ അമ്മയെ കൂടെ ഫേസ്ബുക്കിൽ എത്തിച്ചു സൂക്കർബർഗ്. വെറുതെ അല്ല പുള്ളിയുടെ കയ്യിൽ ഇത്രയും പൈസ ഉള്ളത്. അപ്പം അത്രയും മാറുന്ന ലോകത്തോട് അത്രയും വേഗത്തിൽ മാറിക്കൊണ്ടാണ് ഓരോരുത്തരും മുന്നിലേക്ക് പോകുന്നത്. നമുക്കെന്തെങ്കിലും നർമ്മങ്ങളൊക്കെ ഇനി നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ നമ്മൾ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം. ഒരിക്കൽ കൂടി കേരള വിഷനോടും ഒക്കെ, കേരള വിഷൻ ഈ സാറ്റലൈറ്റ് ചാനലുകളുടെയൊക്കെ ഒരു വലിയ പ്രതാപകാലത്ത് കേരള വിഷൻ ഒരു കേബിൾ ചാനലായി അവിടെ നിലകൊള്ളുകയും അന്ന് കാലത്ത് ഞാൻ എറണാകുളത്ത് കടമ്പുറയുള്ള ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് സാജമ്പളൂർത്തി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഞാനും കൂടെ എത്രയോ ദിവസം ചില എപ്പിസോഡുകൾ കേരള വിഷനിൽ ചെയ്തിട്ടുണ്ട്. ഒരു സാറ്റലൈറ്റ് ചാനൽ പോലെ തന്നെ മത്സരിച്ച് നിന്ന് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് കേരള വിഷൻ എന്ന് പറയുന്നത്. അതിലെ ആളുകൾ ഒത്തുകൂടുന്ന ഒരു പരിപാടി കൂടെയാണ് എന്നിരിക്കെ ഇത് കുറച്ചുകൂടെ പ്രിയപ്പെട്ട ഒരു പരിപാടിയാണ്. ഒരിക്കൽ കൂടി ഷംനാഥിനോടും എല്ലാവരോടും, അലമീനോടും നമ്മുടെ വിളിച്ച എല്ലാവരോടുമുള്ള നന്ദി താൻ പറയാൻ നിൽക്കണം. എന്നാൽ ശരി, ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം, സംസാരിക്കാം. രമേശ് ചേട്ടാ, അവർക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് 1-2 ചോദ്യം ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് കയറിയല്ലേ? നമുക്കറിയാം, നമ്മുടെ രമേശ് ചേട്ടൻ ഇല്ലാത്ത ഒരു മലയാളം ചാനലില്ല. ഏത് ചാനൽ നോക്കിയാലും അതിനകത്തെല്ലാം നമുക്ക് രമേശ് ചേട്ടനെ കാണാം. എനിക്ക് അത്ര ലോൺ ഉണ്ട്, അതുകൊണ്ടാണ്. ഈ കിട്ടുന്ന എനിക്ക് ഭയങ്കര ലോൺലിനെസ് ആണ്. എപ്പോഴും ലോൺ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു ചാനലിൽ മാത്രം പരിപാടി ചെയ്താൽ ബാങ്കുകാരെ വിളിച്ചിട്ട് പറയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കിട്ടുന്ന പൈസ എല്ലാം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എല്ലാം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഇങ്ങെടുക്കും ലോൺ, എന്നിട്ട് ഇത് തിരിച്ചടച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ ചില ആൾക്കാർ പറയുന്നേക്കാം ലോൺ എടുക്കുന്നത് ഭയങ്കര ടെൻഷനാന്നൊക്കെ. ഞാൻ എപ്പോഴും ആലോചിക്കും, ബാങ്കിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ നമുക്ക് തരും, അവനല്ലേ ടെൻഷൻ അടിക്കണ്ടേ? നമുക്കൊരുത്തൻ ഇങ്ങോട്ട് പൈസ തന്നിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നത്? അവൻ നമ്മളെ പറ്റി കൃത്യമായിട്ട് നോക്കി സിവിൽ സ്കോറൊക്കെ നോക്കി ഇത് അടയ്ക്കാനുള്ള ഗ്യാപ്പ് ഇവനുണ്ടോ, അല്ലെങ്കിൽ ഇവൻ്റെ ഇന്ന് വല്ലതും എടുത്തുകൊണ്ട് പോകാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ലോൺ തരുള്ളൂ. അതുകൊണ്ട് ലോൺ എടുത്തിട്ട് ടെൻഷൻ അടിക്കുക എന്ന് പറയുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. ഞാൻ നല്ലോണം ലോൺ എടുക്കും. അപ്പോൾ ഈ സമ്പാദിക്കണം മുഴുവൻ നേരത്തെ എടുത്ത പൈസ കൊണ്ട് തിരിച്ചു കൊടുക്കും. ഞാൻ എടുക്കുമ്പം 10 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപയുടെ മൂല്യമുണ്ട്, കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയുടെ മൂല്യമുള്ളൂ, രൂപയുടെ മൂല്യം വെച്ചിട്ട്. അതുകൊണ്ട് നേരത്തെ ലോൺ എടുത്തേക്കും. നമുക്കിതങ്ങ് വിശ്വസിക്കാം അല്ലേ? വിശ്വസിക്കാന്നോ? നിങ്ങൾക്ക് ഞാൻ എൻ്റെ സിവിൽ സ്കോറും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും വരെ കാണിക്കാൻ അത്രയും തുറന്ന പുസ്തകമാണ് ഞാൻ. പറ. എന്തായാലും ഇന്ന് നമ്മൾക്ക് ഈ വേദിയില് കൂടുതൽ സ്ത്രീകളെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അവര് എന്താ പറയാ, കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. അവരോട് എന്താണ് രമേശ് ചേട്ടന് പറയാനുള്ളത്? അവര് ഒന്നും ചോദിക്കേണ്ട, വെറുതെ സ്ത്രീകളോട് ഞാൻ എന്താ പറയാൻ, ഞാൻ അവരെ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഞാൻ പുരുഷന്മാരോട് പറഞ്ഞതെല്ലാം നിങ്ങൾക്കും കൂടെ ഉള്ളതാണ് എന്നങ്ങ് വിശ്വസിച്ചാൽ മതി. അപ്പം തുല്യതയുമായി കാര്യവുമായി. മറ്റൊന്ന്, ഈ ഗൗരവമായിട്ട് ആ ചോദ്യം എടുക്കുകയാണെങ്കിൽ സ്ത്രീകളോട് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു ലോകത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷപാതങ്ങളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പുകളും നിലപാടുകളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. പിന്നെ ഡിജിറ്റൽ സ്പേസ് പോലെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് എല്ലാത്തിനും വളരെയധികം സ്കോപ്പുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഒന്നും മടിച്ചിരിക്കാതെ എല്ലാത്തിനും റെഡി ആയിട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട. നേരെ തുടങ്ങിയ ബാക്കി കാര്യങ്ങൾ നടന്നു പോക്കോളും.
അതെ ആൾ എണീറ്റ് കിട്ടി. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? രമേശേട്ടാ പ്രദീപ് എന്നാണ് പേര്. സ്വദേശി എറണാകുളം. ആ മൈക്ക് ഈ മോണിറ്ററിൽ തരണം ഇത്തിരി. കിട്ടുന്നില്ലേ? രമേശേട്ടാ, ആ എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഒരു ബിസിനസ് മീറ്റിലേക്ക് രമേശേട്ടൻ വരുന്ന സമയത്ത് എല്ലാവരും ഉച്ചയൂണ് കഴിഞ്ഞ് വളരെ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതിലുപരി രമേശേട്ടൻ ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് വന്നല്ലോ. അപ്പോൾ ഈ ബിസിനസ് ഓണേഴ്സിൽ ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെയും കൂടെ കൈപിടിക്കാൻ തയ്യാറാണോ? ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ആദ്യം ഇതിനകത്ത് വന്നൊന്ന് ഭ്രമണപഥത്തിൽ കയറി ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ആദ്യം രമേശേട്ടൻ പറഞ്ഞു 100% മാത്രമാണ് വിജയം എന്ന് പറഞ്ഞു. അതെ. പക്ഷേ ഒരു കോൺഫിഡൻസോട് കൂടി റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു എൻ്റർപ്രണർ വന്നു കഴിഞ്ഞാൽ രമേശേട്ടനെ സഹായിക്കുവാൻ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. വൈസ് റിസ്കുകളാണ് നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് സഹായിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പം ഈ പറയുന്നത് പോലും സഹായമാണ്. കാരണം സിനിമയ്ക്ക് ഭയങ്കര ഒരു കാര്യമുണ്ട്. സിനിമയ്ക്ക് ഒരു ഗ്ലിക്സ് ആൻഡ് ഗ്ലെയർ ഉണ്ട്. സിനിമയ്ക്ക് ഒരു ആളുകൾക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്, അതിനൊരു വലിപ്പമുണ്ട്, അതിനൊരു ഫെയിമിൻ്റെ അംശം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര നമ്മൾ പറഞ്ഞു വിട്ടാലും കറങ്ങിത്തിരിഞ്ഞ് എല്ലാ കൊല്ലവും ഇത്രയും പടങ്ങൾ വരും, അതിൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പിന്നെ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി നിങ്ങൾക്കൊരു ഇച്ചിരി പൈസ നഷ്ടം വന്നാൽ ആരും അറിയത്തില്ല, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ നിങ്ങളൊരു സിനിമ പിടിച്ചിട്ട് പൊട്ടിയാൽ നാട്ടുകാരെ മുഴുവൻ അറിയും. ഡിസംബറിലെ നാനയിൽ അച്ചടിച്ച് വരും. അതും കൂടെ ഓർത്ത് വരിക. ബാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമുള്ള ബിസിനസ്സൊന്നുമല്ല. വളരെ കുറച്ച് ആളുകളുള്ള 600-700 കോടി ടേൺ ഓവറുള്ള ഒരു ബിസിനസ് തന്നെയാണ് സിനിമയുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. താങ്ക് യു. എന്തായാലും അടുത്ത ബിസിനസ് കോൺക്ലേവ് കേരള വിഷൻ നടക്കുന്ന സമയത്ത് രമേശ് ചേട്ടൻ്റെ പുതിയ പടത്തിൻ്റെ ഇനാഗുറേഷൻ നമ്മുടെ കേരള വിഷൻ വഴി അനൗൺസ് ചെയ്യുന്ന വിശ്വാസത്തോടെ മൈക്ക് കൈമാറും. ചിലപ്പോൾ അതിന് മുമ്പ് പോകും കേട്ടോ, നിങ്ങൾ അടുത്ത് നടത്തുന്നതിന് മുമ്പ്. അപ്പം നമുക്കൊന്നുകൂടെ ചെയ്യാം. ഈ ഷംനാദ് വിളിച്ചിട്ടാണ് എത്തിയതെന്ന് പറഞ്ഞല്ലോ. ഷംനാദിനെ സഹകരിപ്പിച്ചുകൊണ്ട് കേരള വിഷൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. നല്ലതാണ്. അപ്പോൾ അതിനകത്ത് സഹകരിക്കാൻ തയ്യാറാവുമോ? അതിനെന്താ, എൻ്റെ ജോലി അതല്ലേ. അല്ല, ഒരു സഹകരണമെന്നാ പറഞ്ഞു. വലിയ ക്യാഷ്. നിങ്ങൾ ഈ സഹകരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നതാണോ? നിങ്ങൾ ഷംനാദിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള സാധ്യത ഉണ്ട്. അതൊന്നും ഒരു വലിയ വിഷയമല്ല. ഷംനാദിന്റെ പരിപാടിയാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്തെന്ന് വരും. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ചോദിക്കാൻ ബാക്കിയുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഇത് ബിസിനസ് ആയിട്ട് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. എന്ത് വിഷയം വേണേ ചോദിക്കാം, നമുക്ക് വെറുതെ വർത്താനം പറയാലോ. വരുന്ന നിയമസഭയിൽ മത്സരിക്കുന്നു എന്ന് കേൾക്കുന്നു. ശരി, ഞാനും കേട്ടു. ഇത് അങ്ങ് ചുമ്മാ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇത് ഓരോ മണ്ഡലവും വെച്ച് എൻ്റെ പേരും വെച്ച് മത്സരിച്ച് വിജയിച്ച മന്ത്രിയാകാൻ താല്പര്യമുണ്ടോ? മത്സരിച്ച് കിട്ടിയ മന്ത്രിയാവുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താ കുഴപ്പം? അതിന് മുഖ്യമന്ത്രി ആകണമെന്നല്ലോ. ഞാൻ പ്രധാനമന്ത്രിയാകാൻ വരെ റെഡിയാണ്. പിന്നെ അല്ലേ, ആരാണ് അവിടെ എക്സൈസ് മന്ത്രി ആകുമോ എന്ന് ചോദിച്ചത്? ആരാ? ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അല്ലേ, സ്പിരിറ്റ് ഉണ്ട്. പുള്ളി ഇമാറാത്തി ഫിലിം ആർട്ടിസ്റ്റ് ആണ്. ഓ ഗുഡ്, ഹാപ്പി ടു സീ യു. പുള്ളി ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ചാൻസ് തരാണെങ്കിൽ റെഡി ടു ആക്ട് ഇൻ അറബിക് ഇമാറാത്തി മൂവി, ലോക്കൽ ഇമാറാത്തി. I am ready to act, but some other person have to dub that film. I am not fluent in Arabic. And if it is a Malayalam character, very happy to. Malayalam okay? Malayalam okay. നമ്മൾ പൊളിക്കും. We will do it. I am happy, my brother, because for the acting. How many film you acting and how many you director? I directed 2 movies and I have acted in almost 50 feature films. And I have done almost 3,000 television episodes and almost 3,000 stage shows worldwide. ഒരു സംശയം, നമ്മുടെ ധർമ്മജൻ ചേട്ടനെ കാണുന്നില്ല. സാധാരണ താങ്കൾ വന്നാൽ ഒപ്പം കാണുന്ന ഒരാളാണ്. ധർമ്മജൻ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് ഒന്ന് ഇപ്പോൾ എന്താണ്? ധർമ്മൻ എവിടെ ഉണ്ട്? നാട്ടിലുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പുതിയ പരിപാടി, ഒരു ഷൂട്ടിങ്ങിനൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഞാൻ കാണാതെ വരാറൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഈ 2 പേര് നിന്ന് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ട് അത് നമ്മൾ കണ്ട് ചിരിക്കുന്ന കോമഡി സ്കിറ്റുകളുടെയൊക്കെ സമയം പതുക്കെ കുറച്ച് 4 കൊല്ലം മുമ്പ് തന്നെ ഒതുങ്ങി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ കാണാത്തത്. ഞങ്ങളത് ഒതുങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഞങ്ങളത് നിർത്തിയിരുന്നു എന്ന കാരണം കൊണ്ടാണ് കാണാത്തത്. അവനോടുണ്ട് മറ്റു പല പരിപാടികളും. കുറ്റം പറയാം. എന്തോ എന്തേലും ഒരു കുറ്റം പറയാം. കുറ്റം പറയാന്നോ? എന്റെയോ ധർമ്മന്റെയോ? ധർമ്മജന്റെ എത്ര എണ്ണം വേണം? ഞങ്ങൾ അല്ല, തിരിച്ചു പറയണം. ഇവിടെ വന്നപ്പോൾ അഥവാ ധർമ്മജൻ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ പിഷാര ചേട്ടനെ പറ്റി ഒരു കുറ്റം അത് പറയണം. അതെ, അതായത് ആദ്യം അവൻ്റെ കഥ പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരിക്കൽ രാവിലെ നോക്കുമ്പോൾ അവൻ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ ഇവൻ രാവിലെ ഞങ്ങൾ 2 പേരും കൂടെ വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക്
കുറച്ച് കൊല്ലം മുമ്പാണ് നമുക്ക് കിട്ടുന്ന ഹോട്ടൽ പേസ്റ്റും ബ്രഷും ഒന്നും കിട്ടുന്ന ഹോട്ടലല്ല, സാധാരണ ഹോട്ടലുകളിൽ നമുക്ക് റൂമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേസ്റ്റും ബ്രഷും ഒക്കെ പേസ്റ്റ് ഒന്നും എടുത്തുകൊണ്ട് വരണ്ടല്ലോ, ഏതെങ്കിലും ഒരാളെ എടുക്കുള്ളൂ ഒരു ട്രിപ്പിലൊക്കെ. അപ്പോൾ അത് മിക്കവാറും ഞാനായിരിക്കും. ഇപ്പം ഇവൻ രാവിലെ തന്നെ ഞാൻ കാലുവേദനയ്ക്ക് തേക്കുന്ന വോളിനി ഇട്ട് പല്ല് തേച്ചു. അതെടുത്തിട്ട് ഇവൻ അതേലൊരു ട്യൂബ് തേച്ചിട്ട് ഈ മിൻറ്റ് ഫ്ലേവറൊക്കെ ചെറുതായിട്ട് ആദ്യം ഒന്ന് തണുക്കൂല്ലോ, ഇവൻ അതാന്ന് ഓർത്തിട്ട് 3-4 തേപ്പ് തേച്ചിട്ട് ചുണ്ട് മുഴുവൻ ചോന്ന് ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം മുഴുവൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനല്ലേ, അവൻ ഇനി ഇങ്ങനെ സംഭവിക്കരുതെന്ന് ഓർത്ത് അടുത്ത ട്രിപ്പിന് ഞാൻ വോളിനിയുടെ സ്പ്രേ കൊണ്ടുവന്ന് അത് ഷോ നടക്കുമ്പോൾ ഡിയോഡറൻ്റ് ആണെന്ന് പറഞ്ഞെടുത്ത് കഷത്തി അടിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്നു നോക്കുമ്പോൾ ഒരെരുവറ്റു ആയില്ലേ. താങ്ക് യു. ആ താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും രമേശ് ചേട്ടൻ ഇവിടുന്ന് പോകുന്നില്ല, നമ്മളുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് കമ്മിറ്റിക്കാർ എന്നെ തോലെ പിടിച്ചു വെച്ചിട്ടുള്ളതാ. എന്തായാലും ചേട്ടന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.